അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 10 വിഷയങ്ങളിലായി ലഭിച്ച മാർക്കുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. 72, 45, 76, 46, 51, 48, 80, 64, 58, 56. മാർക്കുകളുടെ മധ്യമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതായിട്ട് ക്രമീകരിച്ചെഴുതുക. ക്രമീകരിച്ചെഴുതിയിട്ട് നമുക്കറിയാം ഇവിടെ എത്ര വിഷയങ്ങളുണ്ട്, 10 വിഷയങ്ങളുള്ള അല്ലേ. 10 എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ. ഇരട്ടസംഖ്യ ആകുമ്പോൾ ഇത് ക്രമീകരിച്ചെഴുതുമ്പോൾ ഇതിന്റെ മധ്യസംഖ്യകൾ എത്ര എണ്ണം കിട്ടുമായിരിക്കും? 2 എണ്ണമാണ് കിട്ടുന്നത്. എങ്ങനെ അതിന്റെ സ്ഥാനങ്ങൾ കണ്ടെത്തുന്നത്? 10 അല്ലേ, 10ന്റെ പകുതിയും 10ന്റെ പകുതിയുടെ ഒന്നും കൂടെ കൂടുതൽ. അപ്പൊ 10ന്റെ പകുതി 5 പിന്നെ 6 ടേമുകളാണ് എന്തായിട്ട് വരുന്നത്, മധ്യത്തിലായിട്ട് വരുന്നത്. അപ്പൊ അവയുടെ മീഡിയം കണ്ടെത്താൻ അവ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടെത്തുക. അപ്പോൾ 5ാം സ്ഥാനത്ത് കിടക്കുന്ന 56ഉം 6ാം പദമായിട്ട് കിടക്കുന്ന 58ഉം അവ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടെത്തുമ്പോഴാണ് മീഡിയം കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ 75 ജോലിക്കാരുടെ ദിവസ വേതനമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. 500 to 600 10 പേര്, 600 to 700 22, 700 to 800 20, 800 to 900 15, 900 to 1000 8. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ദിവസ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്കാരെ ക്രമീകരിച്ചാൽ എത്രാമത്തെ ആളുടെ വരുമാനമാണ് മധ്യമ വേതനമായി എടുക്കുന്നത്? എത്രാമത്തെ ആളുടെ വേതനമാണ് മധ്യമ വേതനമായി വരുന്നതെന്ന് ചോദിക്കുന്നത്. മധ്യമ വേതനം അല്ല കണ്ടെത്തേണ്ടത്, അത് എത്രാമത്തെ ആൾക്കാ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ആദ്യമേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുക. കണ്ടെത്താൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10ഉം 10ന്റെ കൂട്ടത്തിൽ 22 കൂട്ടി 32, അടുത്തത് 32ന് 20 കൂട്ടി 52, 52ന്റെ കൂടെ 15 കൂട്ടി 67, 67ന്റെ കൂടെ 8 കൂട്ടി 75. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 75 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 75നെ 1 കൊണ്ട് കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക, ഇസിക്കൽ ടു 38. അപ്പൊ 38ാം ആളുടെ ഇൻകം ആണ് അല്ലെങ്കിൽ വേതനമാണ് മധ്യമ വേതനമായിട്ട് വരുന്നത്. 38 എന്ന് പറയുന്നത് 52ാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരുന്നത് അല്ലേ. അപ്പൊ അതിന് നേരെയുള്ള ക്ലാസ് ഏതാ വരുന്നത്? 700 to 800, അതാണ് മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. പക്ഷേ മധ്യമമായ വേതനം കണക്കാക്കാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് 700 to 800ന്റെ ഇടയിൽ എത്ര ആണ് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യുക, മീഡിയം ഈസിക്കൽ ടു L+ n/2 - CF/F × H എന്ന ഇക്വേഷൻ എടുക്കുക. n/2 ഇവിടെ എത്ര തന്നെയാണ്? 38 ആണ് അല്ലെ. 38 വെച്ച് നമ്മൾ CF, F, H എല്ലാം കണ്ടെത്തുക. അപ്പൊ 38 എന്ന് പറയുന്നത് 52ാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അതിന്റെ നേരെയുള്ള 700 to 800 ആണ് മീഡിയം ക്ലാസ് അല്ലെങ്കിൽ മധ്യമ വിഭാഗം വരുന്നത്. അപ്പോൾ 700 ആണ് ക്യാപിറ്റൽ L ആയിട്ട് വരുന്നത്. ഇനി 700 to 800ന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 100 ആണ് എത്ര ആയിട്ട് വരുന്നത്? H ആയിട്ട് വരുന്നത്. 20 ആണ് F ആയിട്ട് വരുന്നത്. CF എടുക്കുമ്പോൾ 52 എടുക്കരുത്, അതിന് തൊട്ട് മുന്നേ ഉള്ള 32 വേണം എടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 37ൽ 32 കുറയ്ക്കുമ്പോൾ 5.5. ഇനി 20ഉം 100ഉം തമ്മിൽ വെട്ടി കുറയ്ക്കാം. അതും എന്താ കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അപ്പോൾ 5.5ന്റെ കൂടെ 5 ഇൻറ്റു ചെയ്തതിന് ശേഷം മാത്രം ഏറ്റവും ലാസ്റ്റിൽ ആ കിട്ടുന്ന ആൻസർ വേണം 700 ആയ ക്യാപിറ്റൽ L അല്ലെങ്കിൽ 700ന്റെ കൂടെ കൂട്ടാൻ. ഒരിക്കലും അതിന്റെ ഇടയ്ക്ക് 700 വെച്ച് കൂട്ടാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡിൽ കിട്ടുന്ന ആൻസറിനെ മാത്രം ഏറ്റവും ലാസ്റ്റ് 700 കൊണ്ട് കൂട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടത്തുള്ളൂ.